നമസ്കാരം. അമേരിക്ക സ്വപ്നങ്ങളുടെ നാടെന്ന വിശേഷണം നേടിയെടുത്തത് മനുഷ്യാവകാശങ്ങളുടെയും അവസര സമത്വത്തിന്റെയും പേരിലായിരുന്നു. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനം ആ മുഖംമൂടി പൂർണ്ണമായി കീറി മാറ്റുന്നതാണ്. വിസ നടപടികളും കുടിയേറ്റ നയങ്ങളും വീണ്ടും കടുപ്പിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ട്രംപ്. അമേരിക്ക സന്ദർശിക്കണമെങ്കിൽ ബംഗ്ലാദേശികൾക്ക് ഇനി $15,000 ബോണ്ട് നൽകണം. ജനുവരി 21 മുതൽ B1 അല്ലെങ്കിൽ B2 വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കാണ് പുതിയ നിബന്ധന ബാധകമാവുക. അനധികൃത കുടിയേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ നിയമം കൊണ്ടുവരുന്നത്. ധാക്കയിലെ US എംബസിയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ അനധികൃതമായി തങ്ങുന്നവരുടെ എണ്ണം കൂടുതലുള്ള രാജ്യങ്ങളിലെ അപേക്ഷകരെ ലക്ഷ്യമിട്ട് വിസ ബോണ്ട് നടപ്പിലാക്കുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ എത്ര തുക, ഏതൊക്കെ രാജ്യങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഔദ്യോഗികമായി അമേരിക്ക വെളിപ്പെടുത്തിയിരുന്നില്ല. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ പ്രഖ്യാപനം അമേരിക്ക നടത്തിയത്. പുതിയ നിയന്ത്രണം ആദ്യം ബാധകമാവുക ബംഗ്ലാദേശികൾക്കാണ്. ജനുവരി 21 മുതൽ ബിസിനസ് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായി ബംഗ്ലാദേശികൾ നൽകുന്ന വിസ അപേക്ഷകൾക്കാണ് $15,000 ബോണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 21-ന് മുൻപ് കൈപ്പറ്റിയ B1 അല്ലെങ്കിൽ B2 വിസകൾക്ക് ബോണ്ട് ബാധകമായിരിക്കില്ല എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. വിസയുടെ വ്യവസ്ഥകൾ പാലിച്ച് കൃത്യസമയത്ത് രാജ്യം വിടുന്നവർക്ക് ഈ ബോണ്ട് തുക തിരികെ ലഭിക്കും. എന്നാൽ വിസ വ്യവസ്ഥകൾ ലംഘിക്കുന്നവരുടെ പണം കണ്ടുകെട്ടും. അതേസമയം വിസ അഭിമുഖത്തിന് മുൻപ് ബോണ്ട് തുക അടക്കേണ്ടതില്ല എന്നും അങ്ങനെ അടച്ചാൽ പണം റീഫണ്ട് ചെയ്യില്ല എന്നും അമേരിക്ക വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. B1 അല്ലെങ്കിൽ B2 വിസകൾ വഴി അമേരിക്കയിൽ എത്തുകയും എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ പോകാതിരിക്കുകയും അതുവഴി രാജ്യത്ത് അനധികൃത കുടിയേറ്റം നടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അമേരിക്കയുടെ ഈ നടപടി. ബംഗ്ലാദേശ് ഉൾപ്പെടെ 38 രാജ്യങ്ങൾക്ക് അമേരിക്ക വിസ ബോണ്ട് ഏർപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ബംഗ്ലാദേശിൽ നിന്ന് അമേരിക്കയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് $15,000 വരെ ബോണ്ട് അടയ്ക്കണമെന്ന ഉത്തരവ് ജനുവരി 21 മുതൽ പ്രാബല്യത്തിൽ വരുന്നത് ഒരു രാജ്യത്തിന്റെ കുടിയേറ്റ നയം മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന സാമ്പത്തിക ചങ്ങല എന്നുകൂടി അതിനെ കാണേണ്ടത്. ദാരിദ്ര്യവും രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികളും നേരിടുന്ന ഒരു രാജ്യത്തെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് അധികാരത്തിന്റെ നിർദ്ദയതയും വംശീയ വർഗീയ വേർതിരിവിന്റെയും നഗ്ന രൂപവുമാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യത്തിൽ അമേരിക്ക പണക്കാരുടെ മാത്രം എന്ന നിലപാടായി മാറുകയാണ്. മനുഷ്യനെ പൗരനല്ല, പണത്തിന്റെ കണക്ക് പുസ്തകത്തിലെ ഒരു വരിയായി കാണുന്ന സമീപനം. അഭയം തേടുന്നവരും പഠന തൊഴിൽ അവസരങ്ങൾ തേടുന്നവരും ഇനി യോഗ്യതയല്ല, ബാങ്ക് ബാലൻസ് കൊണ്ടാണ് അളക്കപ്പെടുക. ഇത് നിയമത്തിന്റെ കർശനതയല്ല, അധികാരത്തിന്റെ ധാർഷ്ട്യമാണ്. ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സുരക്ഷാ ഭീഷണിയാണെന്ന സൂചന നൽകുന്ന ഈ നടപടി തെളിവില്ലാത്ത ഭീതിയുടെയും രാഷ്ട്രീയ ലാഭത്തിന്റെയും ഫലമാണ്. കുടിയേറ്റത്തെ കുറ്റകരമാക്കിയും ദരിദ്രരെ സംശയത്തോടെ നോക്കിയും അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പാരമ്പര്യമാണ്. ഈ തീരുമാനത്തോടെ അമേരിക്കയുടെ നൈതിക വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ബോണ്ട് നയം കുടിയേറ്റ നിയന്ത്രണം എന്ന പേരിൽ മനുഷ്യരെ സാമ്പത്തികമായി തകർക്കാനുള്ള ക്രൂര ഉപാധി കൂടിയാണ്. $15,000 എന്ന തുക സുരക്ഷാ നടപടിയല്ല, അതൊരു മതിലാണ്. പണമുള്ളവർക്ക് തുറക്കുന്ന വാതിലും പണമില്ലാത്തവർക്ക് അടയ്ക്കുന്ന ഇരുമ്പ് കവാടവും. ഈ മതിലിനു പിന്നിൽ സുരക്ഷയില്ല, അവിടെ രാഷ്ട്രീയ ലാഭവും ജനവിഭജനവും മാത്രമാണുള്ളത്. അമേരിക്ക ശക്തമായത് കുടിയേറ്റക്കാരുടെ പ്രയത്നത്തിലൂടെയാണ്. ആ പാരമ്പര്യം മറന്ന് ട്രംപ് ഭരണകൂടം ഇന്ന് ഭീതിയെ നയമാക്കി മാറ്റും. മനുഷ്യാവകാശങ്ങൾ കാൽക്കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ ലോക നേതൃത്വം എന്ന അവകാശവാദം ശൂന്യമാകുന്നു. ബംഗ്ലാദേശിലെ സാധാരണ യുവാക്കളുടെ സ്വപ്നങ്ങൾ ബോണ്ട് രസീത് കൊണ്ട് അളക്കുന്നത് ആഗോള നീതിയുടെ മുഖത്തടിച്ച കഠിനമായ അടികൂടിയാണ്.